Good morning all. നമുക്കൊന്ന് ഗാൽവനോമീറ്ററുകളുടെ തിയറി എന്താണെന്ന് നോക്കാം. എസ്പെഷ്യലി തിയറി ഓഫ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. നമ്മൾ പലതരത്തിലുള്ള ഗാൽവനോമീറ്ററുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ടാൻജന്റ് ഗാൽവനോമീറ്റർ, ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ, അല്ലാതെ നമ്മൾ സാധാരണ ടേബിളിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാറുള്ള ഗാൽവനോമീറ്റേഴ്സ്. എല്ലാ ഗാൽവനോമീറ്റേഴ്സിലും അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് ഇലക്ട്രിക് സിഗ്നലാണ് അല്ലേ. അപ്പം അത് ചില സമയത്ത് വോൾട്ടേജ് ആവാം, ചില സമയത്ത് ചാർജ് ആവാം, ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആവാം, ചില സമയത്ത് അത് കറണ്ട് ആവാം. ഏതാണെങ്കിലും ബേസിക്കലി എല്ലാ ഗാൽവനോമീറ്റേഴ്സിലും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ കറണ്ട് സോഴ്സിനെ അല്ലെങ്കിൽ അവിടെയുള്ള പവറിനെ ഇലക്ട്രിക് സോഴ്സിനെ നമ്മളൊരു കറണ്ട് പൾസാക്കി മാറ്റുന്നു. ആ കറണ്ട് പൾസിനെ ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്നു. സോ ദാറ്റ് മേക്സ് ആൻഡ് ഡിഫ്ലക്ഷൻ ഇൻസൈഡ് ദി ഗാൽവനോമീറ്റർ. സോ ഈ ഡിഫ്ലക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര ഇൻറ്റൻസിറ്റിയിലാണ് അല്ലെങ്കിൽ എത്ര സ്ട്രെങ്ത്തിലാണ് നമ്മുടെ ഇലക്ട്രിക് സിഗ്നൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇത്തരത്തിലുള്ള ഗാൽവനോമീറ്ററുകളുടെ എസ്പെഷ്യലി മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ തിയറി എന്താണെന്ന് നോക്കാം. ബേസിക് തിയറി ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. Torque means equal and opposite forces separated by a distance, that is torque. Okay. So ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് എഫ് സി ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി അല്ലേ. ഇവിടെ എൽ ക്രോസ് ബി എല്ലിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും കറണ്ട് നമ്മുടെ കണ്ടക്ടറിൻ്റെ ലെങ്ത്തിൻ്റെ ഡയറക്ഷനും സെയിം ആണ് നമുക്ക്, അതുകൊണ്ട് ഒന്ന് മാത്രം വെക്റ്ററായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഐ എൽ ക്രോസ് ബി ആണ് നമുക്കറിയാം. സോ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് നോക്കൂ, ഇവിടെ അങ്ങനെ ഒരു പി ക്യു എസ് ആർ എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പുള്ളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഈ സമയത്ത് ഇതിലെ ഓരോ എഡ്ജിലും ഓരോ സൈഡിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ അപ്പർ ആൻഡ് ലോവർ എഡ്ജുകൾ മീൻസ് എസ് പി ആൻഡ് ക്യു ആർ എന്ന് പറയുന്ന ഈ രണ്ട് സൈഡുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്ക് എങ്ങനെയാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. സോ നോക്കൂ, ഇവിടെ എൽ ക്രോസ് ബി ആണ് അല്ലേ. എല്ലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കാണ്. ഇതാണ് നമ്മുടെ എല്ലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ. എല്ലിൻ്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് എല്ലിൻ്റെ ഡയറക്ഷന് വരുന്നത്. സോ ദിസ് ഈസ് the B direction. This one is the B direction. So നമുക്ക് അവിടെ B എന്ന് എഴുതാം. So this is B. Okay, and this is L. ഓക്കെ. സോ നോക്കൂ, എൽ ക്രോസ് ബി എന്ന് പറയുമ്പോൾ നോക്കൂ ഇങ്ങനെ ഒരു വെക്റ്റർ ആയിരിക്കും വരുന്നത് അല്ലേ. ഈ ഡയറക്ഷൻ നോക്കൂ, ഇവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ദിസ് എൽ ക്രോസ് ബി ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ദിസ് എക്സ്പീരിയൻസ് ആൻറ്റി ക്ലോക്ക് വൈസ് മീൻസ് പുറത്തേക്ക് ഔട്ട്വാർഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണെന്ന് അർത്ഥം അല്ലേ. മീൻസ് ഈ എഡ്ജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരെ മുകളിലേക്കാണ് എന്നർത്ഥം. അതേപോലെ നമ്മൾ താഴെയും നോക്കുകയാണെങ്കിൽ ഓക്കെ, എൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. സോ എൽ ക്രോസ് ബി നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി, മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അഗെയിൻ ദിസ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മീൻസ് ഫോഴ്സ് ഈസ് ഡൗൺവാർഡ് ആണ് വരുന്നത്. ക്ലോക്ക് വൈസ് മീൻസ് നെഗറ്റീവ് ആണ്. സോ അതുകൊണ്ട് താഴേക്കാണ് വരുന്നത് അല്ലെ. മീൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് വരുന്നത്. ഈ എഡ്ജിൽ എന്ത് ഫോഴ്സ് ആണുള്ളത്, അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് താഴെ എഡ്ജിൽ വരുന്നത്. സോ ദ ക്യാൻസൽ ഈച്ച് അതർ, കാരണം ഒരേ ലൈനിലൂടെയാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഒരു എന്തെങ്കിലും ഒരു വടി പിടിച്ചിട്ട് നമ്മൾ രണ്ട് ഭാഗത്തേക്കും ഒരേ ബലത്തിൽ വലിച്ചു കഴിയുന്നത് പോലെ അല്ലേ. സോ there happens nothing means they cancel each other. ഓക്കെ. ഇനി മറ്റ് രണ്ട് സൈഡുകൾ നോക്കൂ, നമ്മുടെ പി ക്യു എസ് ആർ എന്ന് പറയുന്ന രണ്ട് സൈഡുകളിൽ എങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. പി ക്യു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കൂ. പി ക്യു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദി പി ക്യുവിൽ വരുന്ന ദി എൽ ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ അല്ലേ, this direction. So this is L and the B is along this direction. Already we know that. So this is L and this one is B. This one is B.
ഓക്കെ. ദെൻ എൽ ക്രോസ് ബി വരയ്ക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എൽ ക്രോസ് ബി വരയ്ക്കുന്ന സമയത്ത് എങ്ങോട്ടായിരിക്കും വരുന്നത്? ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ. എൽ ക്രോസ് ബി വിൽ ബി അലോങ് ദിസ് ഡയറക്ഷൻ. മീൻസ് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എൽ ക്രോസ് ബി, സോ ദിസ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, മീൻസ് ഔട്ട്വാർഡ് ആണ് നടത്തി ഇങ്ങനെ പുറത്തേക്ക് ഇതാ. സോ ഈ ഡയറക്ഷനിലായിട്ടാണ് എഫ് പി ക്യൂ മാർക്ക് ചെയ്തതുപോലെ ഔട്ട്വാർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഈ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വിൽ ബി ഓൺ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഓക്കെ. സോ ഇവിടെയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ നോക്കൂ എന്താണ് വ്യത്യാസം എന്ന് നോക്കൂ. ദേ ആർ നോട്ട് ആക്ടിങ് അലോങ് ദി സെയിം ലൈൻ. ഇവിടെ നേരെ മുകളിലേക്ക് നേരെ താഴേക്കുമായിരുന്നു അല്ലേ, ആക്ടിങ് അലോങ് ദ സെയിം ലൈൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്, അതിൻ്റെ ലീനിയർ ഫോഴ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കൂ ഇവർ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല അല്ലേ. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. സോ ഇതിന് നമ്മൾ ഇത്തരം ഫോഴ്സുകളാണ് എന്തായിട്ട് മാറുന്നത് നോക്കൂ. ഇതൊരു എന്തായിട്ട് മാറുന്നു? ഒരു ടോർക്കായിട്ട് മാറുന്നു. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് separated by a distance becomes a torque. Okay, so what is the equation for the torque? So torque will be I into L cross B ആയിരുന്നു അല്ലേ. അപ്പോൾ L cross B എന്ന് പറയുമ്പോൾ L into B, then cross അല്ലേ, L cross B ആണ് നമ്മുടെ ഫോഴ്സ് വരുന്നത്. ഇവിടെ എല്ലും ബിയും ഓൾവേസ് ഈസ് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ILB എന്ന് എടുക്കാം. ഫോഴ്സിൻ്റെ ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ILB. ദെൻ ഫോഴ്സ് ക്രോസ് അല്ലേ, ഫോഴ്സ് ക്രോസ് നമുക്കറിയാം ടോർക്ക് ടോസ് ഈക്വൽ ടു എഫ് ക്രോസ്, അല്ലെങ്കിൽ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും നമ്മളെ ഡിസ്റ്റൻസാണ് നമ്മൾ ടോർക്കായിട്ട് മാറുന്നത്. ആർ ക്രോസ് എഫ് നമ്മൾ എടുക്കാം. ആർ ക്രോസ് എഫ് എന്നാണ് നമ്മൾ എടുക്കാറുള്ളത്. സോ ആർ ക്രോസ് എഫ് ഈസ് ദ ടോർക്ക്. സോ ഫോഴ്സ് നമുക്കറിയാം ILB ആണ്. സോ അതേപോലെ തന്നെ ആർ എന്ന് പറയുമ്പോൾ ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു എഡ്ജസ്. നമുക്ക് ചെറിയൊരു ഡ്രോയിങ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാം. രണ്ടായാലും ദ ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ ദിസ് ബി സൈൻ തീറ്റ. ഇഫ് ദിസ് ഈസ് തീറ്റ, if this angle is theta, then this distance or this distance is given by b sin theta. Okay, so this distance is b sin theta. So b sin theta. So അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയം ടോർക്ക് കിട്ടുള്ളൂ അല്ലേ. സോ ILB into small b sin theta. So this is the equation for torque. So നമുക്കറിയാം ഇവിടെ L into b എന്ന് പറയുമ്പോൾ ഒന്ന് ലെങ്ത് ആണ് അല്ലേ, ഈ സൈഡിൻ്റെ ലെങ്ത് ആണ്. ബി എന്ന് പറയുമ്പോൾ ഈ അപ്പർ സൈഡിൻ്റെ ലെങ്ത് ആണ്. പക്ഷെ അപ്പർ സൈഡിൻ്റെ ലെങ്ത് നമുക്കറിയാം, ദാറ്റ് ഈസ് ദ ബ്രെഡ്ത്ത് അല്ലേ. സോ ആ ബ്രെഡ്ത്ത് ഇൻറ്റു സൈൻ തീറ്റയാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ദിസ് ഈസ് ടേക്കൺ ആസ് ദി ഏരിയ അല്ലേ, നമ്മുടെ റെക്ടാങ്കുലർ ലൂപ്പിൻ്റെ ഏരിയ ആണെന്ന് കാണാം. സോ ദിസ് ഈസ് IAB ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ടോർക്ക് experienced by a rectangular current carrying loop in a magnetic field B. Okay, so for n turns, if there are n turns, the torque will be n times ആയിരിക്കും. ഓരോ ടേണിലും അത്രയും ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ n turns, ടോസ് ഈക്വൽ ടു NIAB sin theta. സോ നമുക്കറിയാം ദിസ് IA, വാട്ട് ഈസ് IA ഈസ് ദി മാഗ്നറ്റിക് മൊമെൻറ്റ് അല്ലേ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിനുള്ള ഇക്വേഷനാണ് I എന്ന് പറയുന്നത്. നേരത്തെ തന്നെ നമ്മൾ M ഈക്വൽ ടു IA എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഫോർ n ടേൺസ് ആവുന്ന സമയത്ത് NIA എന്ന് എഴുതാം. സോ ദി മാഗ്നറ്റിക് മൊമെൻറ്റ് mu ഈക്വൽ ടു NIA. സോ അതുകൊണ്ട് നമുക്ക് ഇതിനെ സിമ്പിളായിട്ട് എങ്ങനെ എഴുതാൻ നോക്കൂ. mu B sin theta എന്ന് എഴുതാം അല്ലേ. വേർ mu B sin theta can be written as mu cross B അല്ലേ, or mu B sin theta. So this is the torque acting on a current carrying loop. Okay, so ഇതാണ് നമ്മുടെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററുകളുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡെഡ് ബീറ്റ് ഓർ എപീരിയോഡിക്. ഡെഡ് ബീറ്റ് മീൻസ് അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നില്ല, ഒരു പോയിന്റിൽ പോയിട്ട് അവിടെ നിൽക്കും. ഓക്കെ,
ഇനി മറ്റൊന്ന് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. അതൊരു ഭാഗത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്, അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പെൻഡിലൊക്കെ ഓസിലേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മുടെ പോയിന്റർ ആണെന്ന് മാത്രം, പോയിന്റർ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു സ്പോട്ടായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഈ സ്പോട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്, ഡെഡായി മാറുന്നു. അല്ലെ മീൻസ് അതിന് ഓസിലേഷൻ ഒന്നും തന്നെ ഒരു പോയിന്റിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. സാധാരണ ഗാൽവനോമീറ്ററിലൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു പോയിന്റിൽ പോയിട്ട് നിൽക്കുന്നു. ഓക്കെ, സോ ഗീവ് സ്റ്റഡി ഡിഫ്ലക്ഷൻ വിത്തൗട്ട് എനി ഓസിലേഷൻ. സോ അതുകൊണ്ട് നമുക്ക് അതിന് ആ പേര് വന്നത്. മറ്റൊന്ന് അതിൻ്റെ പ്രത്യേകത നോക്കൂ, കോയിൽ വൗണ്ട് ഓൺ എ മെറ്റാലിക് കണ്ടക്ടിങ് ഫ്രെയിം ടു ക്രിയേറ്റ് എഡ്ഡി കറൻസ് ഫോർ ഡാമ്പിങ്. കാരണം നമ്മൾ പറഞ്ഞു അത് അധികം ഓസിലേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഓസിലേറ്റ് ചെയ്യുന്നില്ല മീൻസ് പെട്ടെന്ന് തന്നെ ഡാംപ്ഡ് ആയിട്ട് മാറുന്നു, അതൊരു പോയിന്റിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ആ ഓസിലേഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ട ഒരു സംഗതിയാണ് നമുക്ക് എഡ്ഡി കറൻസി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. അല്ലെ, എഡ്ഡി കറൻസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡാമ്പിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ അതിന് വേണ്ടി മെറ്റാലിക് കണ്ടക്ടിങ് ഫ്രെയിമിലാണ് അതിൻ്റെ കോയിൽ വൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു പ്രത്യേകത, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഷുഡ് ബി വെരി സ്മോൾ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഷുഡ് ബി വെരി വെരി സ്മോൾ. ഓക്കെ, മറ്റൊന്ന് സസ്പെൻഷൻ ഫൈബർ കമ്പാരിറ്റീവ്ലി തിക്കർ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് നിൽക്കണമെങ്കിൽ അല്ലേ, അധികം കൂടുതൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാതിരിക്കണമെങ്കിൽ സസ്പെൻഷൻ ഫൈബർ ഷുഡ് ബി കമ്പാരിറ്റീവ്ലി തിക്കർ ആയിരിക്കണം. അതേപോലെ ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കറണ്ടിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കറണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡിഫ്ലക്ഷൻ ഉണ്ടാകും. സോ ഈ സമയത്ത് ബാലിസ്റ്റിക് ആയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട്, സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറണ്ടിൻ്റെ മെഷർമെൻറ്റിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെഡ് ബീറ്റ് ടൈപ്പ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ആണ്. ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. മീൻസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഷുഡ് ബി വെരി ലാർജ്. ഓക്കെ, മറ്റൊന്ന് വെരി ഫൈൻ സസ്പെൻഷൻ ഫൈബർ. ബാലിസ്റ്റിക് മീൻസ് ഇവർ ഓസിലേറ്റ് ചെയ്യും എന്നർത്ഥം, ഒരു പോയിന്റിൽ നിൽക്കുകയല്ല ചെയ്യുക, ഇവരിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ വെരി ഫൈൻ സസ്പെൻഷൻ ഫൈബർ ആണ്. മറ്റൊന്ന് എയർ റെസിസ്റ്റൻസ് ഷുഡ് ബി വെരി വെരി സ്മോൾ. കാരണം ഇവർ ഓസിലേറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ, സമയത്ത് എയർ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ എയർ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഡാമ്പിങ് ഉണ്ടാവാൻ പാടില്ല. മീൻസ് നേരത്തെ പറഞ്ഞ പോലെ എഡ്ഡി കറൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ ഡാമ്പിങ് ഷുഡ് ബി വെരി സ്മോൾ. സോ ദാറ്റ് എങ്ങനെ ഡാമ്പിങ് കുറക്കാൻ പറ്റും, കോയിൽ ഷുഡ് ബി വൗണ്ട് ഓൺ എ നോൺ കണ്ടക്ടിങ് ഫ്രെയിം. സോ എഡ്ഡി കറൻസ് ഒഴിവാക്കാൻ പറ്റും അല്ലേ. അതേപോലെ ജനറലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ചാർജ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ ലെസ് ആയിട്ടുള്ള ചാർജുകളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ബാലിസ്റ്റിക് ടൈപ്പ് ഗാൽവനോമീറ്ററുകൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മൂവിങ് കോയിൽ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. നോക്കൂ, ആദ്യം അത് തൂക്കിയിടുന്നതിന് വേണ്ടി ഒരു ടോർഷൻ ഹെഡ് ഉണ്ട്. അതിന് തൊട്ട് താഴേക്ക് ഒരു ഫോസ്ഫറസ് ബ്രോൺസ് ഫൈബർ, മീൻസ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രോൺസ് ഫൈബറാണ്. ദെൻ അതിൻ്റെ മിഡിലായിട്ട് ഒരു മിറർ, റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കുലർ മിറർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ കോയിൽസ് കിടക്കുന്നത്. കോയിൽസിൻ്റെ മിഡിലായിട്ടൊരു സോഫ്റ്റ് അയൺ കോർ കിടക്കുന്നുണ്ട്. ആൻഡ് ദ കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ടു മാഗ്നറ്റ്സ്. അല്ലേ, രണ്ട് മാഗ്നറ്റുകളുടെ ഇടയിലായിട്ടാണ്. നോർമലി ഇതൊരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ദെൻ അതിൻ്റെ താഴെയായിട്ട് ഇതുമായി കണക്ട് ചെയ്തിട്ടൊരു സ്പ്രിങ്, ഹെയർ സ്പ്രിങ് ഉണ്ട്. ഈ ഹെയർ സ്പ്രിങ് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് ഡീകപ്പിൾ ചെയ്യാനാണ്. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വയറുകൾ മൊത്തം തിരിഞ്ഞ് ഇതാകെ ഈ പുറത്തുള്ള വയറും മൊത്തം തിരിഞ്ഞ് പോകാൻ പാടില്ല. സോ അതിന് വേണ്ടി ഡീകപ്പിൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ഹെയർ സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഇവിടേക്ക് കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ചാർജ് അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്നതിന് വേണ്ടി രണ്ട് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് എൻഡ് പോയിന്റുകൾ T1 T2 ഉണ്ട്. സോ അതാണ് ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ടേംസിലാക്കി പറയുകയാണെങ്കിൽ ദിസ് കൺസിസ്റ്റ് ഓഫ് എ തിൻ കോപ്പർ വയർ wound on a non-metallic frame of ivory. നേരത്തെ നമ്മൾ നോൺ മെറ്റാലിക് ഫ്രെയിമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. സോ ദേ ആർ സസ്പെൻഡഡ് ബൈ മീൻസ് ഓഫ് എ ഫോസ്ഫറസ് ബ്രോൺസ് വയർ ബിറ്റ്വീൻ ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. നോർമലി നമ്മൾ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എ സ്മോൾ സർക്കുലർ മിറർ ഈസ് അറ്റാച്ച്ഡ് ടു ദി സസ്പെൻഷൻ. Okay, now the lower end of the coil is connected to the hair spring and a soft iron core is placed inside the coil that concentrates the magnetic field.
ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒറിജിനൽ ലാബിൽ നമ്മൾ കാണുന്ന സ്ട്രക്ചർ. ഇതാണ് നമ്മളുടെ പുറത്തേക്ക് എന്ത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. നോക്കൂ, ഈ മിറർ അല്ലെ, ഈ വൈറ്റ് രീതിയിൽ കാണുന്നതാണ് മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. സോ നമ്മുടെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മിറർ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ അത് നമുക്ക് ഡിഫ്ലക്ഷൻ ആയിട്ട് പുറത്തേക്ക് കാണാൻ കഴിയുന്നു, സ്പോട്ടിൻ്റെ ഡിഫ്ലക്ഷൻ ആയിട്ട് കാണാൻ കഴിയുന്നു. അതേപോലെ ഇവിടെ കണക്ഷൻ എടുക്കുന്നുള്ള പോയിന്റുകളൊക്കെ തന്നെ ഇതിൻ്റെ പുറത്ത് നൽകിയിട്ടുണ്ടാകും. ഓക്കെ, എന്തിനൊക്കെയാണ് നമ്മുടെ BG ഉപയോഗിക്കുന്നത് നോക്കൂ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു മെഷർ ദി ഇലക്ട്രിക് ചാർജ് അല്ലേ. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചാർജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും BG യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ചാർജ് ഹാസ് ടു പാസ് ത്രൂ ദ കോയിൽ ക്വിക്ക്ലി ബിഫോർ ദ കോയിൽ സ്റ്റാർട്ട്സ് മൂവിങ്. സോ നമുക്കൊരു പർട്ടിക്കുലർ ചാർജാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ആ ചാർജ് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ കംപ്ലീറ്റ് ചാർജ് എന്ത് ചെയ്യണം, ഒരു മൊമെൻറ്റിൽ നമ്മൾ കോയിൽ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ഇമ്പൾസ് ആയിട്ട് നമ്മുടെ കോയിലിലൂടെ അത് പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാമുള്ളൂ, കംപ്ലീറ്റ് ആ ചാർജ് എത്രയുണ്ട് എന്നുള്ളൊരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. സോ ദ കോയിൽ get an impulse and a throw is generated. Okay, so the coil of high moment of inertia is used to make period of oscillation fairly large oscillation generate ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോഴേ നമുക്ക് ഓസിലേഷൻ ഒബ്സർവ് ചെയ്യാൻ കഴിയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ യൂസ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് പീരിയഡ് ലാർജ് കിട്ടുള്ളൂ. സോ അങ്ങനെ ലാർജ് പീരിയഡുള്ള ഹൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ദി ഓസിലേഷൻ ഓഫ് ദി കോയിൽ ആർ പ്രാക്ടിക്കലി അൺഡാംപ്ഡ്. പ്രാക്ടിക്കലി അൺഡാംപ്ഡ് ആണെന്ന് പറയും. കാരണം നമ്മൾ കുറച്ച് സമയം നോക്കിക്കഴിഞ്ഞാലും അതെങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ടാവും. നമുക്കറിയാം, നല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നല്ല എയറൊക്കെ ഉള്ള ഒരു പ്രസൻസിലാണ് വെക്കുന്നതെങ്കിൽ എയറിൻ്റെ ഡാമ്പിങ് സ്വാഭാവികമായിട്ടുണ്ടാകും. സോ വളരെ സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ സമയത്തിന് ശേഷം അത് സാവധാനം ഡാമ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷെ ഒരു ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിലൊക്കെ, ലിമിറ്റിൻ്റെ ഉള്ളിലൊക്കെ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ ദേ ആർ പ്രാക്ടിക്കലി അൺഡാംപ്ഡ്. ഓക്കെ, നമുക്ക് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് വളരെ പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, സോ നമ്മൾ n നമ്പർ ഓഫ് കോയിൽസ് എടുക്കുന്നു. ദെൻ ടോർക്ക്, നെറ്റ് ടോർക്ക് വിൽ ബി NI × AB. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ കണ്ടു കഴിഞ്ഞു. ദെൻ ഇഫ് ദ കറണ്ട് പാസസ് ഫോർ എ ഷോർട്ട് ഇൻ്റർവെൽ DT, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. സോ ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൽ ചാർജ് കംപ്ലീറ്റ് ഷോർട്ട് ടൈം കൊണ്ട് പോയാൽ മാത്രമേ ആ ചാർജ് മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം ഇൻ്റർവെൽ DT സമയത്തേക്കാണ് നമ്മുടെ കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ, മീൻസ് അവിടെ ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ദി ആംഗുലാർ ഇമ്പൾസ് ഇൻ ദ കോയിൽ വിൽ ബി ടോ ഇൻറ്റു DT എന്ന് വരും അല്ലേ. ടോ ഇൻറ്റു DT എന്നായിരിക്കും വരുന്നത്. ഓക്കെ, സോ കാരണം നമുക്കറിയാം ടോസ് ഈക്വൽ ടു നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഡി ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ DT ആയിരിക്കും വരുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യൽ ഓഫ് ആംഗുലാർ മൊമെൻറ്റം അതായിരിക്കും ആംഗുലാർ ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നർത്ഥം. സോ ദിസ് ഈസ് NIAB × DT എന്ന് എഴുതാം. ഓക്കെ, സോ നൗ ഇഫ് ദ കറണ്ട് പാസസ് ഫോർ T സെക്കൻഡ്സ്, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ, 0 to T tau into dt which is equal to NBA 0 to T I dt integrate ചെയ്യുന്നു. Okay, then what is I dt? I dt is nothing but dq by dt into dt, that is integral dq എന്നായിരിക്കും വരിക അല്ലേ. സോ ദാറ്റ് ഈസ് q. സോ 0 to T ആയതുകൊണ്ട് 0 സമയത്ത് 0യും q സമയത്ത് qയും ആണെങ്കിൽ then the result will be q. So NBA into q, where q is the total charge passing through the galvanometer in the time t. Okay, so now നമുക്ക് എന്ത് മനസ്സിലായി, the total angular impulse which is equal to change in angular momentum which is equal to NAB × Q. ഇത് തന്നെയാണ് നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഓക്കെ, now നമുക്ക് മറ്റു ചില ഇക്വേഷൻസും കൂടെ നോക്കിയിട്ട് നമ്മൾ ക്യൂനുള്ള ഇക്വേഷൻ, നമുക്ക് ക്യൂനുള്ള ഇക്വേഷനാണ് ബേസിക്കലി കിട്ടേണ്ടത് in non parameters, in terms of non parameters. So the kinetic energy which is equal to the work done in twisting the suspension wire, അങ്ങനെയായിരിക്കുമല്ലോ അല്ലേ.
ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കൈനറ്റിക് എനർജി എന്തായിട്ട് മാറുകയാണ്? ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സസ്പെൻഷൻ ഫയർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമല്ലോ, അതിങ്ങനെ തിരിയുന്നതിനനുസരിച്ച്. സോ അത് പൊട്ടൻഷ്യൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് half I omega square is equal to half c theta square, or I omega square is equal to c theta square. So നമുക്ക് രണ്ട് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. I omega is equal to n a b into q and I omega square is equal to c into theta square. Okay. ഇനി നമുക്ക് പീരിയഡ് ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ നേരത്തെ അറിയാം അല്ലേ? I മൊമെന്റ് ഓഫ് ഇനേർഷ്യയുള്ള c കപ്പിൾ പെർ ട്വിസ്റ്റ് ഉള്ള കേസിൽ പീരിയഡ് ഓഫ് ഓസിലേഷൻ നേരത്തെ നമ്മൾ പല കേസുകളിലായിട്ട് മനസ്സിലാക്കി, വിച്ച് ഈസ് ഈക്വൽ ടു 2π ടൈംസ് √I/c. സോ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് I കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടി അതിന് സ്ക്വയർ ചെയ്യുന്നു, ദെൻ I എഴുതുന്നു. I ഈക്വൽ ടു t സ്ക്വയർ c/4π സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കൂ. നേരത്തെ ഉണ്ടായിരുന്ന I ഒമേഗ സ്ക്വയർ ഈക്വൽ ടു c തീറ്റ സ്ക്വയർ നേരത്തെ കിട്ടിയല്ലോ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഇക്വേറ്റ് ചെയ്തപ്പോൾ അല്ലേ? ഇവിടെ എന്ത് ചെയ്യാം, ഈ I കൊണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ സമയം മൾട്ടിപ്ലൈ ചെയ്യാം. സോ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I ഇൻറ്റു I ഒമേഗ സ്ക്വയർ, I സ്ക്വയർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു, റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ c തീറ്റ സ്ക്വയർ ഓൾറെഡി അവിടെ ഉള്ളതായിരുന്നു, പ്ലസ് t സ്ക്വയർ c/4π സ്ക്വയറും കൂടെ വന്നു അല്ലേ? സോ ദാറ്റ് മീൻസ് ദിസ് ബിക്കം c സ്ക്വയർ t സ്ക്വയർ തീറ്റ സ്ക്വയർ ബൈ 4π സ്ക്വയർ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ I ഒമേഗ എഴുതാൻ പറ്റും അല്ലേ? സോ I ഒമേഗ ഈക്വൽ ടു എന്ത് കിട്ടും നോക്കൂ, c t തീറ്റ ബൈ 2π എന്ന് വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് I ഒമേഗ ഈക്വൽ ടു n a ഇൻറ്റു ബി ക്യൂ. സോ നമുക്ക് അതും എഴുതാം, n a ഇൻറ്റു ബി ക്യൂ. സോ നമുക്ക് എന്താണ് എഴുതേണ്ടത്? ബേസിക്കലി ക്യൂ ആണ് നമുക്ക് എഴുതേണ്ടത്. സോ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ നമുക്ക് എന്ത് എഴുതാം, q ഈക്വൽ ടു then ct theta by 2π by NAB എന്നാണ്. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ദാറ്റ് ഈസ് t by 2π c by NBA into theta. Means for a particular oscillatory case t will be a constant അല്ലേ? t cയും I ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കേസാണ്. ഫോർ എ ഗിവൺ c ആൻഡ് I this t will be a constant, the period will be a constant. സോ അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം നോക്കൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ അല്ലേ? സോ അതുകൊണ്ട് തന്നെ ദിസ് വിൽ ബി പ്രപ്പോർഷണൽ ടു തീറ്റ. ദിസ് ചാർജ് വിൽ ബി പ്രപ്പോർഷണൽ ടു തീറ്റ, വേർ തീറ്റ ഇസ് ദ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഡിഫ്ലക്ഷൻ മെയ്ഡ് ബൈ ദി ഓസിലേറ്റർ അല്ലെങ്കിൽ നമ്മുടെ റെക്ടാങ്കുലർ പ്ലെയിനിൻ്റെ ഡിഫ്ലക്ഷനാണ് നമ്മൾ തീറ്റയായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, so that is q is proportional to theta, and where this constant k is called ballistic reduction factor. Okay, which is t by 2π c by nv. അതിൻ്റെ യൂണിറ്റ് നോക്കൂ, എന്തായിരിക്കും അപ്പോൾ വരുന്നത്? q by theta യൂണിറ്റ് ആയിരിക്കും വരുന്നത് അല്ലേ? q മീൻസ് ചാർജ് ആണ്. സോ കൂളോം പെർ സെൻറ്റിമീറ്റർ, ഏത് യൂണിറ്റിലാണ് നമ്മൾ തീറ്റ മെഷർ ചെയ്യുന്നത്, ഡിഫ്ലക്ഷൻ മെഷർ ചെയ്യുന്നത്? നോർമലി ഒരു സ്കെയിലിൽ സ്പോട്ടുകൾ നോക്കിയിട്ടാണ് നമ്മൾ മെഷർ, അപ്പോൾ സെൻറ്റിമീറ്ററിലാണ് സാധാരണ മെഷർ ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂളോം പെർ സെൻറ്റിമീറ്റർ യൂണിറ്റിലായിരിക്കും അത് വരുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി ഏത് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ആണെങ്കിലും അവിടെയൊക്കെ തന്നെ ഒരു ഡാമ്പിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്, നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നേരത്തെ നമ്മളൊരു നിലക്ക് നെഗ്ലക്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. സോ ആക്യുറേറ്റ് മെഷർമെൻറ്റ് ആകുന്ന സമയത്ത് നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ പ്രാക്ടിക്കലി നോക്കൂ, എയർ റെസിസ്റ്റൻസ് കൊണ്ടാവാം ഡാമിങ് സംഭവിക്കുന്നത്, അതേപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ കോയിൽ അല്ലേ? വ്യത്യസ്ത രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്ഡി കറൻസ് പോലെ വ്യത്യസ്ത ഭാഗത്ത് എഡ്ഡി കറൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ, സോ ഇത്തരത്തിലുള്ള ഡാമ്പിങ് കാരണമൊക്കെ തന്നെയും അവിടെ ഒരു നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂവിൽ ചെറിയൊരു റിഡക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് കറക്റ്റ് ചെയ്യണം, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. സോ അതിന് വേണ്ടി നമുക്ക് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. സോ ലെറ്റ് ദീസ് തീറ്റാസ്, തീറ്റ 1, തീറ്റ 2, തീറ്റ 3 be the successive maximum deflections from the position to the right side to left side. Means നമ്മൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു, പിന്നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു, ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക അല്ലേ? ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. സപ്പോസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോന്ന് ഫസ്റ്റ് 1 ദിസ് തീറ്റ 1, then this theta 2, then this theta 3. സോ അങ്ങനെ റൈറ്റ് ലെഫ്റ്റ് മോഡിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂസ് തീറ്റ 1, തീറ്റ 2, തീറ്റ 3 ആണെന്ന് സപ്പോസ്. ദെൻ
theta 1 by theta 2 is equal to theta 2 by theta 3 is equal to, then this ratio, this successive ratio will be, let this be d. Okay, and this d is called, they are equal, and this d is called decrement for per half vibration. Decrement per half vibration. കാരണം നോക്കൂ, ഫസ്റ്റ് തീറ്റ 1 ആണ് ഇവിടെ വരുന്നത് അല്ലേ, പിന്നെ അത് ഹാഫ് വൈബ്രേഷൻ എടുത്ത് ലെഫ്റ്റിലെത്തുമ്പോഴാണ് തീറ്റ 2 ആവുന്നത്, പിന്നെ ഇവിടെ എത്തുമ്പോഴാണ് തീറ്റ 3, വീണ്ടും ഹാഫ് വൈബ്രേഷൻ നടത്തുമ്പോഴാണ് തീറ്റ 3 ആയിട്ട് മാറുന്നത്. സോ ഇങ്ങനെ ഡിക്രിമെന്റ്, അവിടെ സംഭവിക്കുന്ന ഡിക്രിമെന്റ് ആണ് ഈ റേഷ്യോ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് കുറവായിരിക്കുമല്ലോ അല്ലേ, ഇവിടെ ഇത്തിരി കൂടുതലായിരിക്കും വരുന്നത് അല്ലേ, ഇത്തിരി കൂടുതലായിട്ടായിരിക്കും, ഒന്നിനേക്കാൾ ഇത്തിരി കൂടിയ വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ ഡി വരുന്നത്. ഓക്കെ, കാരണം തീറ്റ 1-നേക്കാളും കുറവായിരിക്കുമല്ലോ തീറ്റ 2, തീറ്റ 1-നേക്കാളും ഇത്തിരി ഡാമ്പിങ് കഴിഞ്ഞിട്ടല്ലേ, വീണ്ടും ഡാമ്പിങ് നടന്നിട്ടാണ് തീറ്റ 2 കിട്ടുന്നത്, വീണ്ടും ഡാമ്പിങ് നടന്നാണ് തീറ്റ 3 കിട്ടുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഡി വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ദിസ് ഡി ഈസ് കോൾഡ് ഡിക്രിമെന്റ് ഫോർ ഹാഫ് വൈബ്രേഷൻ. ഓക്കെ, നൗ ലെറ്റ് ഡി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ. നമ്മൾ ചില ഈസിനെസ്സിന് വേണ്ടി അങ്ങനെ ചെയ്യുകയാണ്, എന്നാലും ഇങ്ങനെ എടുക്കാം. സോ ദാറ്റ് ദ ലോഗ് ഡി വിൽ ബി ഈക്വൽ ടു ലാംഡ, വേർ ദിസ് ലാംഡ ഈസ് കോൾഡ് ലോഗരിതമിക് ഡിക്രിമെന്റ്. ഇതിനെ ലോഗിലേക്ക് മാറ്റി എഴുതുമ്പോഴുള്ള വാല്യൂ ആണ്. സോ ദിസ് ലാംഡ ഫാക്ടർ ഈസ് കോൾഡ് ലോഗരിതമിക് ഡിക്രിമെന്റ്. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം നോക്കൂ, തീറ്റ 1 ബൈ തീറ്റ 2 തീറ്റ 3 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, തീറ്റ 1 ബൈ തീറ്റ 2 ഇൻറ്റു തീറ്റ 2 ബൈ തീറ്റ 3 എന്ന് എഴുതാമല്ലോ. തീറ്റ 2 തീറ്റ 2 ക്യാൻസൽ ചെയ്ത് കളയും അല്ലേ, മീൻസ് ദിസ് ഈസ് ഡി ആൻഡ് ദിസ് ഈസ്, സോ ഡി ഇൻറ്റു ഡി, സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 ലാംഡ. ഓക്കെ, ലെറ്റ് ദിസ് തീറ്റ ബി ട്രൂ ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡാമ്പിങ്. മീൻസ് നമ്മളിനി സപ്പോസ് സങ്കല്പിക്കാൻ പോവുകയാണ്, നമുക്ക് ഓൾറെഡി തീറ്റ 1 ആണ് നമ്മുടെ ഫസ്റ്റ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സങ്കല്പിക്കുകയാണ് ദിസ് തീറ്റ ഈസ് ദി ഒറിജിനൽ ഡിഫ്ലക്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡാമ്പിങ്. ആക്ച്വലി അങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല, ബട്ട് ഇഫ് ദർ വേർ നോ damping factors, then the measurement we expect as theta. Okay, നമുക്ക് എങ്ങനെ എഴുതാം, തീറ്റ ബൈ തീറ്റ 1 മീൻസ് ഇത് ഹാഫ് പോലെ അല്ലേ, ഒരു ക്വാർട്ടറിൽ നടക്കുന്നതാണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വാർട്ടറിൽ നടക്കുന്നതാണ്. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് റൈറ്റിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അതൊരു ക്വാർട്ടർ പാർട്ടാണ് അല്ലേ. സോ ദിസ് തീറ്റ ബൈ തീറ്റ 1 is equal to d by 1/2. അപ്പോൾ ഹാഫ് വൈബ്രേഷൻ്റെയും 1/2 പാർട്ടായിരിക്കും വരുന്നത്, ദാറ്റ് ഈസ് e to the power lambda by 2. സോ ദിസ് ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇ പ്ലസ് ലാംഡ ബൈ 2 പ്ലസ് അങ്ങനെ സ്ക്വയർ ചെയ്ത് ക്യൂബ് ചെയ്ത് അങ്ങനെ പോവായിരിക്കുമല്ലോ ചെയ്യുക അല്ലേ. സോ ഇ റേസ് ടു 1 പ്ലസ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ്, സോ സിമിലർലി സോ 1 പ്ലസ് ലാംഡ ബൈ 2 എന്ന് വരും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ, ദിസ് തീറ്റ ക്യാൻ ബി റിട്ടൺ തീറ്റ 1 ഇൻറ്റു 1 പ്ലസ് ലാംഡ ബൈ 2. ഓക്കെ, സോ ഈ തീറ്റ 1 കിട്ടിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ d1 ബൈ d2 ഉപയോഗിച്ച് ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഡാമ്പിങ്ങിൻ്റെ ആബ്സെൻസിലുള്ള ഒറിജിനൽ തീറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള, ഇതിനേക്കാൾ ബെറ്റർ ആക്യുറസിക്ക് വേണ്ടി നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത് 10 ടൈംസ് നമ്മളിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ തീറ്റ 1 തീറ്റ 2 അപ് ടു തീറ്റ 11 വരെ എടുക്കുന്നു. എന്നിട്ട് നോക്കൂ ഈ റേഷ്യോസ്, തീറ്റ 1 ബൈ തീറ്റ 11 എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു d to the power 10, ഓർ d എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ലാംഡ ആണല്ലോ, e to the power 10 ലാംഡ. ഓക്കെ, സോ ലാംഡ വിൽ ബി ഈക്വൽ ടു 1 ബൈ 10 ലോഗ് തീറ്റ 1 ബൈ തീറ്റ 11. സോ ആ മെഷർമെൻറ്റിൽ വരുന്ന എറേഴ്സ് ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, സോ എനിവേ ദ ക്യൂ, ദ ആക്യുറേറ്റ് ക്യൂ ഓൾറെഡി ഇവിടെ തീറ്റ നമ്മൾ എഴുതിയിരുന്നത് അല്ലേ, അതിന് പകരം ദ ആക്യുറേറ്റ് ക്യൂ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്, t by 2 pi c by n ba theta 1 into 1 plus lambda by 2. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നമുക്ക് പ്രാക്ടിക്കലൊക്കെ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ ഈ ഡാമ്പിങ് ഫാക്ടറും കൂടെയൊക്കെ നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ.